നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അവിടെ ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. മോര് കാച്ചിയത്, അതാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി, ഇതെല്ലാം സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൈരിനെ മോരായിട്ട് മാറ്റാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ, വെള്ളം ആഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ തൈര് നല്ല തിക്കായിട്ടുള്ള മോരായിട്ട് വേണം നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓവർ വാട്ടർ കണ്ടൻറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കറിയുടെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു മോര് തന്നെ വേണം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി, ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഏകദേശം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കറിയിൽ പച്ചമുളകാണ് ഇവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ട് മൂപ്പിച്ച ശേഷമല്ലേ നമ്മൾ പച്ചമുളക് ഇടേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില കറികൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ ചുവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം മൂപ്പിച്ചെടുത്ത ശേഷം പച്ചമുളക് ഇടുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ചുവ കംപ്ലീറ്റ് ആയിട്ട് മാറത്തുമില്ല. നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അങ്ങ് മൂത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കറി തയ്യാറാക്കുമ്പോഴും ആദ്യം ഈ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി ആ പച്ചച്ചുവ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയ ശേഷം വേണം നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റെന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഒരു 1 മിനിറ്റോളം നമ്മളിങ്ങനെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ ആ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിനാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെറിയ ക്യൂബ്സായിട്ട് നുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി എല്ലാം ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചതച്ചിട്ടാലും മതി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും മതിയാവും. അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കടുകൊക്കെ തളിക്കുമ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിലല്ലേ കട്ട് ചെയ്യാറ്, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽ മുളകൊന്ന് 2ആയിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വറ്റൽ മുളക് നമ്മളെ കറിയിലൊക്കെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അപ്പിയറൻസിന് ഒരു നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വറ്റൽ മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ തൊടിയിൽ തന്നെ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മൂത്ത ശേഷം ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിനെല്ലാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇനി അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. എരി കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ആഡ് ചെയ്യാം നമുക്ക്. ഇനി ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലിട്ട ശേഷം മാത്രം നിങ്ങൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പച്ച ചുവയൊക്കെ മാറ്റിയൊന്നെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു കളർ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്തതും നമ്മളെ പൊടികളും എല്ലാം ചേർത്തിട്ടൊരു നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മോര് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെല്ലെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് കളറിലിരിക്കുന്ന ആ തൈര് അല്ലെങ്കിൽ ആ മോര് എന്തായി മാറി. ഇപ്പോൾ നമ്മൾ ആ കൂട്ടിൻ്റെ എല്ലാം കൂടെ കളറും കൂടെ ചേർന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം.
ഒത്തിരി ചൂടാവരുത്, തിളച്ച് പോകരുത്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇനി. അപ്പോൾ നമ്മൾ തൈര് അല്ലെങ്കിൽ മോര് നമ്മൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ആഡ് ചെയ്തതാണ്. ആ ഉപ്പിൻ്റെ പാകം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി. നമ്മൾ സാധാരണ തൈരും മോരും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചൂടാക്കാറില്ല. അപ്പോൾ അത് ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ സെർവ് ചെയ്യുന്നൊരു ബൗളിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കറിയാണ്. അല്ല ഓറഞ്ചും അല്ല യെല്ലോ അല്ലാത്തൊരു കളറിലുള്ള നമുക്ക് മനോഹരമായ നല്ല സ്വാദിഷ്ടമായ ഒരു കറി തയ്യാറായിട്ടുണ്ട്. തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.